Hello everyone, എല്ലാവർക്കും ലാൽ ബ്രദേഴ്സ് മെയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പ്ലസ് 2 മാത്തമാറ്റിക്സിലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ വീഡിയോയും കൂടെ കഴിയുമ്പോൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവും പിന്നെ മീൻ വാല്യൂ തിയറം, റോളേഴ്സ് തിയറം, അതോടുകൂടി ഈ ചാപ്റ്റർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. ഓക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, അത് നമുക്ക് y കണ്ടുപിടിച്ച് വയ്ക്കാം. y equal to a sin t, y equal to a sin t with respect to r at t kelle dy by dt equal to a constant sin t യുടെ കോസ്, that is a cos t. എല്ലാവർക്കും അറിയാം, സംശയമൊന്നുമില്ല. ഓക്കെ, ഇത് ആദ്യമായിട്ട് കാണുന്നവർ പ്രീവിയസ് വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, നെക്സ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് ഈക്വൽ ടു, ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, സിമ്പിളാണ്, ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ, ലോഗ് ടി ബൈ ടാൻ ടി ബൈ ടു. ഓക്കെ, ടാൻ ടി ബൈ ടു. അപ്പം ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ടി എന്ന് നിങ്ങൾ എഴുതണം. അപ്പം ഡി എക്സ് ബൈ ഡി ടി, എ കോൺസ്റ്റന്റ്, അത് വെളിയിൽ തന്നെ കിടക്കട്ടെ. കോസ്റ്റ് ഡെറിവേറ്റീവ് ആരാ? മൈനസ് സൈൻ ടി പ്ലസ് ലോഗ് ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ ദാറ്റ് ടേം, ദാറ്റ് ഈസ് ലോഗ് ടാൻ ടി ബൈ ടു എന്ന് പറഞ്ഞാൽ 1 ബൈ ടാൻ ടി ബൈ ടു. കഴിഞ്ഞോ? ഇനി ടാൻ ടി ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ് ആരാ? ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ്. അപ്പം ടാൻ ടി ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവോ? സീക്സ് സ്ക്വയർ ടി ബൈ ടു. തീർന്നോ? ഇല്ല. ഇനി ടി ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ്, ടി ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ് ആരാ? 1 ബൈ ടു. കാരണം വിത്ത് റെസ്പെക്ട് ടു ആൾക്കാർ ചെയ്യുന്നത് ടിക്കാ ചെയ്യുന്നത്. അപ്പം ഡി ബൈ ഡി ടി ഓഫ് ആരാ? ടി ബൈ ടു. ടി ഡെറിവേറ്റീവ് 1, ദാറ്റ് ഈസ് 1 ബൈ ടു. അപ്പോൾ ഈ ടി ബൈ ടു ഡെറിവേറ്റീവ് ആരാ? 1 ബൈ ടു ഇൻറ്റു 1 ബൈ ടു. ഇത്രയാകുമ്പോഴേ ഇവൻ്റെ ഡെറിവേറ്റീവ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ക്ലിയർ? ആദ്യത്തെ ലോഗ് ടാൻ ടി ബൈ ഡെറിവേറ്റീവ് എടുക്കുക, ഏറ്റവും വെളിയിലെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആദ്യം എടുക്കുക. ലോഗിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് എടുത്തു. ലോഗിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. അപ്പോൾ ലോഗ് ടാൻ ടി ബൈ ടു എന്ന് പറഞ്ഞാൽ 1 ബൈ ടാൻ ടി ബൈ ടു. പിന്നെ അകത്തുള്ള ടാനിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, ടാൻ എക്സ് സീക്സ് സ്ക്വയർ എക്സ്. അപ്പോൾ ടാൻ ടി ബൈ ടു സീക്സ് സ്ക്വയർ എന്താണ്? ടി ബൈ ടു. ദെൻ ഇനി ആരുടെ ഡെറിവേറ്റീവ് എടുക്കുക? ടി ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിക്ക്. അപ്പോൾ ആരാണ്? 1 ബൈ ടു. ക്ലിയർ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഇതിനൊന്ന് ഷോർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം കേട്ടോ. ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രിഗണോമെട്രി യൂസ് ചെയ്തേ ഷോർട്ട് ആക്കിയിട്ട് കൊണ്ടുപോകാം പറ്റൂ. ഇത് മതി, ആൻസർ ഇത് മതി. എന്നാലും ഇത് കുറച്ച് ടി ബൈറ്റിനൊക്കെ മാറ്റാം. എന്തെന്നറിയാമോ? എഴുതി കാണിച്ചില്ല. മൈനസ് സൈൻ ടി ഇവിടെ പ്ലസ് 1 ബൈ ഈ ടാൻ ടി ബൈ ടു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്? സൈൻ ബൈ കോസ് അല്ലേ. അപ്പം അങ്ങനെ എഴുതാം, സൈൻ ടി ബൈ ടു ബൈ കോസ് ടി ബൈ ടു. ഇനിയുണ്ട് ഇൻറ്റു സീക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാ? 1 ബൈ കോസ് അല്ലേ. അപ്പം സി സ്ക്വയർ ടി ബൈ ടുവിന് ഇൻറ്റു 1 ബൈ കോസ് സ്ക്വയർ ടി ബൈ ടു. പിന്നെ ആരാ? ഇൻറ്റു 1 ബൈ ടു. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ കോസും ഇവിടെ നിന്ന് ഒരു കോസും എന്തായിപ്പോ? ക്യാൻസൽ ആയിപ്പോ. ബാക്കി പിന്നെ അവിടെ എന്ത് വരും? ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എ ഇൻറ്റു ഈ പുള്ളിക്കാരൻ മൈനസ് സൈൻ ടി. ഓക്കെ, പ്ലസ് സൈൻ ടി ബൈ ടു ഇവിടെ മിച്ചം കാണും, ഒരു കോസ് ടി ബൈ ടു കാണും, 2 കാണും, എല്ലാം കൂടെ ചേർത്ത് 1 ബൈ 2 സൈൻ ടി ബൈ ടു കോസ് ടി ബൈ ടു. പിടികിട്ടിയോ? ഈ ഒരു കോസ് ടി ബൈ ടു ഒരു കോസ് ടി ബൈ ടു ക്യാൻസൽ, ഇവിടെ ഒരു കോസ് ടി ബൈ ടു ഉണ്ട്, അതും ഇതും ഈ 1 ബൈ 2ൻ്റെ 2 കൂടെ ഫ്രണ്ടിൽ കയറുമ്പോൾ ഇത്രയും കിട്ടി. നിങ്ങൾക്കൊരു ഫോർമുല അറിയാം, സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. ഇവിടെ ഈ എക്സിന് പകരം ടി ബൈ ടു കിടക്കുന്നുള്ളൂ. അപ്പോൾ 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 2x ആ ഫോർമുല. അപ്പോൾ 2 സൈൻ ടി ബൈ ടു കോസ് ടി ബൈ ടു എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പോൾ ആരാണ്? 2 സൈൻ ടി ബൈ ടു കോസ് ടി ബൈ ടു ആരാണ്? ഇറ്റ് ഈസ് സൈൻ ടി. ഞാൻ മുമ്പേ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 2x വന്നതുകൊണ്ടാണ് അവൻ്റെ പകുതി ഇവിടെ വന്നത്. അപ്പോൾ സൈൻ ടി എന്ന് പറയുമ്പോൾ ആരാ? 2 സൈൻ ടി ബൈ ടു കോസ് ടി ബൈ ടു. കാരണം ഇവിടെ ഇത് ഇൻ ടേംസ് ഓഫ് ടിയിലായിരുന്നെങ്കിലോ സൈൻ 2t 2 സൈൻ ടി കോസ് ടി. സൈൻ 2ടിയുടെ ഫോർമുല 2 സൈൻ ടി കോസ്. കാരണം ഇവിടെ 2t വന്നത് കൊണ്ടാണ് അവൻ്റെ പകുതി ടി ഇവിടെ വന്നത്. മുമ്പ് ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈൻ ടിയുടെ ഫോർമുല ആരാണ്? 2 സൈൻ ടി ബൈ ടു കോസ് ടി. ആണ് ഇവിടെ ടിയുടെ പകുതിയാണ് ടി ബൈ ടു കോസ് ടി ബൈ ടു. അപ്പോൾ ഇവിടെ അതല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതാരുടെ എക്സ്പ്രഷൻ ആണ്? സൈൻ ടി. ഓക്കെ, ഇത് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് 1 ബൈ സൈൻ ടി. ക്രോസ് ചെയ്യടാ. അപ്പോൾ എന്ത് വരും? ക്രോസ് ചെയ്യുമ്പം മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് 1 ബൈ സൈൻ ടി അല്ലേ. ഇങ്ങോട്ട് ക്രോസ് ചെയ്ത്. ക്ലിയർ? ഞാൻ ബാക്കി ഇങ്ങോട്ട് എഴുതാണേ, ഒന്ന് മാച്ചിട്ട് എഴുതാണ്. ഓക്കെ, ഈസ്
dx by dt equal to ഇതിന് തിരിച്ചു വരുമ്പോൾ അത് എന്തായിട്ട് മാറിടാ a into 1 minus sin square t by sin t. സംശയമുണ്ടോ? ഇത് ഇങ്ങനെ എഴുതാമല്ലോ. ഇതാരാണ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇനി ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഫോർമുല ഉണ്ട്, sin square x plus cos square x equal to 1, that is sin square t plus cos square t equal to 1. അവിടെ നിന്ന് cos square t equal to അല്ലേ, നമ്മൾ ഐഡന്റിറ്റി അല്ലേ ട്രിഗണോമെട്രിക്, sin square x plus cos square x equal to 1, which means sin square t plus cos square t equal to 1. അവിടുന്ന് cos square t ആരാ? 1 minus sin square t. ക്ലിയർ? അപ്പൊ ഈ 1 minus sin square t എന്ന് പറഞ്ഞാൽ ആരാണ്? This is nothing but simply cos square t. അപ്പൊ എന്തായിട്ട് മാറി? a into cos square t by sin t. എന്തായി മാറും നിങ്ങളോടാ? എടാ ഒരു cos t by sin t cot t ആയിട്ട് എഴുതാം. അതാ കിടക്കട്ടെ, കാരണം ഇവിടെ ഒരു കോസ്റ്റ് ഉണ്ട്, ക്യാൻസൽ ആയിപ്പോ, അതങ്ങനെ കിടക്കട്ടെ. അപ്പൊ നമുക്ക് dx by dt കിട്ടി. ഇനി നമുക്കൊരു കാര്യം അറിയാം, വാട്ട് ഈസ് dy by dx? എന്താ dy by dx എന്ന് പറഞ്ഞാൽ? പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, dy by dt divided by dx by dt, that is dy by dx equal to, നമുക്ക് ഇവിടെ കിട്ടിയ dy by dt a cos t ആണ്. dx by dt ആരാ? a into cos square t by sin t. എയും ക്യാൻസൽ ആയി പോകും, ഈ sin t നേരെ മോളിൽ പോകും. അപ്പൊ എന്തായിട്ട് മാറി? ഒരു കോസ്റ്റ് ക്യാൻസൽ ആയി പോകും, ഈ sin t നേരെ മോളിൽ കയറും. അപ്പൊ എന്താണ്? sin t by cos t, simply tan t. what is dy by ds? that is dy by dx equal to tan t. പിടിയോ? ഇത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവൈഡ്, ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നവർ ഒറ്റയടി ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ന്യൂമറേറ്റർ പോകും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ക്ലിയർ? അപ്പോഴത്തെ dy by dx എന്ന് പറഞ്ഞാൽ ആരാണ്? ഇറ്റ് ഈസ് tan t. ഓക്കെ, tan t. ക്ലിയർ? അത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഇതിന്റെ അകത്ത് വരുന്ന ഒരു കുഞ്ഞു ഡെറിവേറ്റീവ് എടുക്കാൻ ശ്രദ്ധിച്ചോളൂ. അതിനുവേണ്ടി ഇത് സിമ്പിൾ ആൻസറിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഒരു ട്രിഗണോമെട്രി യൂസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? നോക്കിക്കോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോണേ, ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് പഠിക്കണേ. x ഈക്വൽ ടു റൂട്ട് ഓഫ് a sin inverse t, y ഈക്വൽ ടു റൂട്ട് ഓഫ് a റൈസ് ടു cos inverse t. ഇവിടെ a റൈസ് ടു sin inverse t ആണ്. ഫൈൻഡ് ഷോ ദാറ്റ് dy by dx ഈക്വൽ ടു മൈനസ് y by x എന്ന് ഷോ ചെയ്യണം കേട്ടോ. പ്രൂവ് ചെയ്ത് കൊടുക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം y ചെയ്ത് നോക്കാം. y ഈക്വൽ ടു ആരാ? a റൈസ് ടു cos inverse ഓഫ് t, അതിൻ്റെ റൂട്ട്. ഓക്കെ, അപ്പം ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു t, dy by dt ഈക്വൽ ടു, ഇവിടെ ഒരു കാര്യം, കുഞ്ഞു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു കാര്യം പറഞ്ഞിടാം. ഇപ്പം a റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് d by dx ഓഫ് a റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? a റൈസ് ടു എക്സ് ലോഗ് a. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എടുക്കേണ്ട ഡെറിവേറ്റീവ് എന്തില്ല? പവറിലാണ് കിടക്കുന്നത്. എക്സ് പവറിലാണ്, ഒരു കോൺസ്റ്റന്റ് പവറിലാണെങ്കിൽ ഇതാണ് അവൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത്. ഇവിടെ അങ്ങനെ കിടക്കുന്നത് നമുക്ക് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടിക്ക്, ടി ഒരു കോൺസ്റ്റന്റ് പവറിൽ കിടക്കുന്നത്. ലോഗ് വേണമെങ്കിൽ ഇവിടെ എടുക്കാം, ലോഗ് എടുക്കണം എങ്കിൽ തന്നെ റൈസ് ടു 1/2 ആക്കി ലോഗരിതം ഡിഫറൻഷ്യേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വേറെ മെത്തേഡും ഉണ്ട്, ഈ സൈഡ് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്ത് ചെയ്യുന്ന മെത്തേഡും ഉണ്ട്. ഓക്കെ, വേണ്ട, ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചിരിക്കട്ടെ നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പം ആദ്യം വെളിയിലെ ഫംഗ്ഷൻ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് ആരാ? 1/2 റൂട്ട് ആ ഫംഗ്ഷൻ a റൈസ് ടു cos inverse t. ഇനി അടുത്ത് a റൈസ് ടു x ഡെറിവേറ്റീവ് a റൈസ് ടു x log a. അപ്പോൾ a റൈസ് ടു cos inverse t ഡെറിവേറ്റീവ് എന്താണ്? a റൈസ് ടു cos inverse ഓഫ് t log a. പിടികിട്ടോ? അത്രേ ഉള്ളൂ. ഓക്കെ, a റൈസ് ടു cos inverse t ഡെറിവേറ്റീവ് ആരാ? a റൈസ് ടു cos inverse t log a. ക്ലിയർ? ഇൻറ്റു cos inverse t ഡെറിവേറ്റീവ് ആരാ? ഓർമ്മ വേണം, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. മൈനസ് 1/√1 ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, -1/√1 ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ആ ഡെറിവേറ്റീവ് ആ കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ്. തീർന്നു, ഇത്രയും മതി. നിങ്ങൾ ക്യാൻസൽ ചെയ്ത് ഇപ്പോൾ ഒന്നും കളയാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, സിമിലർലി നമുക്ക് എന്താണ് എക്സ് ഈക്വൽ ടു ആരാ? റൂട്ട് ഓഫ് a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി, അല്ല a റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി. dx by dt പറ, റൂട്ടിന്റെ 1/2 റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്, ദാറ്റ് ഇസ് റൂട്ട് a റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി 1/2 റൂട്ട് a റൈസ് ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ടി ഇൻറ്റു
ഇനി പറഞ്ഞു a raised to sin inverse t ഡെറിവേറ്റീവ് ആരാ അതേപോലെ a raised to x which means a raised to sin inverse t log a കാരണം a raised to x log a ആ രീതിയിൽ ഇവനെ കൊടുത്തു a raised to sin inverse ഡെറിവേറ്റീവ് a raised to sin inverse t into log a into sin inverse t ഡെറിവേറ്റീവ് ആരാ 1 by root of 1 minus x square ഇവിടെ minus 1 by root എന്ന് വരും ഇവിടെ അതില്ല മൈനസ് ഇല്ല ക്ലിയർ അപ്പോൾ നമുക്ക് ആ രണ്ടും കിട്ടി നമുക്ക് എന്ത് ചെയ്യാം dy by dx കണ്ടുപിടിക്കാം what is dy by dx dy by dx equal to dy by dt divided by dx by dt that is dy by dx equal to dy by dt ആരാ എല്ലാം എടുത്ത് എഴുതി എല്ലാം ക്യാൻസൽ ആയി പോകും കേട്ടോ ഒന്നും കുഴപ്പമില്ല 2 root a raised to cos inverse of t a raised to cos inverse of t log a minus 1 by root of 1 minus x square divided by dx by dt 1 by 2 root of a raised to sin inverse of t into a raised to sin inverse of t log a 1 by root 1 minus x square അരെ ക്യാൻസൽ ആയിപ്പോ 1 by 2 1 by 2 ഇത് ക്യാൻസൽ ആയിപ്പോയി log a ക്യാൻസൽ ആയിപ്പോയി 1 by root 1 minus x square ഇതും ക്യാൻസൽ ആയി പക്ഷെ ഇവിടെ ഒരു -1 ഉണ്ട് ഇവിടെ ഇട്ടുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി ആര് കിട്ടി -1 into a raised to cos inverse of t by root of a raised to cos inverse of t by a raised to sin inverse of t by root of a raised to sin inverse of t എന്നൊക്കെ കിട്ടി ബാക്കി കിട്ടി കുറച്ച് ഇപ്പുറത്തോട്ട് എഴുതണേ ഓക്കെ എന്തോരും that is dy by dx equal to മൈനസ് ഞാനേ തിരിച്ചിട്ട് ഇത് നേരെ മുകളിൽ കയറുമല്ലോ ഇത് ഇവിടെയും കയറും തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ ആ രീതി എഴുതിക്ക് -1 into minus a raised to cos inverse of t into ഈ ടേം നേരെ മുകളിൽ കയറേ റൂട്ട് a raised to sin inverse of t divided by root a raised to cos inverse of t into a raised to ഓക്കെ ഇത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ന്യൂമറേറ്ററിൽ പോകുമ്പോൾ ഓക്കെ ഡൗട്ടൊന്നുമില്ലല്ലോ ഇനി അപ്പം നമ്മൾ സിംപ്ലി റൂട്ട് എക്സിനെ നമുക്ക് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം x equal to root x into root x എന്ന് എഴുതിക്കൂടെ സിംപ്ലി x equal to root x into root x ഓക്കെ അത് നമുക്കറിയാം അപ്പം ഞാൻ ഈ a raised to cos inverse of t ക്ക് പകരം ഇങ്ങനെ എഴുതട്ടോ root of a raised to cos inverse of t into root of a raised to cos inverse of t അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലോ അതിന് സൊല്ലുണ്ട് ഇൻറ്റു ഈ ടേം അവിടെ ഉണ്ട് root of a raised to divided by similarly ഇവനെ to a raised to cos inverse t a raised to sin inverse t ഞാൻ എങ്ങനെ എഴുതി root of a raised to sin inverse of t into root of a raised to sin inverse of t ക്ലിയർ സംശയമൊന്നുമില്ലല്ലോ ദാറ്റ് ഈസ് ഇതും ക്യാൻസൽ ആയിപ്പോയി ഇതും ക്യാൻസൽ ആയിപ്പോയി ബാക്കി എന്തുണ്ട് നമുക്ക് dy by dx equal to minus of 11 ആരാ root of a raised to cos inverse of t by root of a raised to sin inverse of t that is minus of ആരാ a raised to cos inverse of t എന്ന് പറഞ്ഞാൽ root of a raised to cos inverse is y by root of a raised to sin inverse t ആരാണ് ക്വസ്റ്റ്യനിലുണ്ട് x പ്രൂവ് ആയില്ലേ dy by dx equal to minus of y by x സിമ്പിൾ അല്ലേ ക്ലിയർ പിടിയിട്ടിയല്ലോ ഇത് പഠിക്കാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് പക്ഷെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞ് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇത് നമുക്ക് ഫൈൻഡ് dy by dx if x raised to 2/3 plus 5 raised to 2/3 equal to a raised to 2/3 ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പാരാമീറ്റർ ഡിഫറൻസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണ് പക്ഷെ ഞാനേക്കാളും ഡയറക്റ്റ് മെത്തേഡ് ചെയ്തുതരാം ഓക്കെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും എന്താണ് ടൈം എടുത്ത് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ചെയ്ത് തരാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റർ വൈസ് അതും മാത്തമെറ്റിക്സ് എല്ലാ ക്വസ്റ്റ്യൻ എടുത്ത് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ എന്ത് ചെയ്യുക വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാക്സിമം കുട്ടികളിലേക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ
നമുക്ക് ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ നോക്കിയാൽ ക്വസ്റ്റ്യൻ ഇതല്ലേ എക്സ് റൈസ് ടു 2/3 പ്ലസ് വൈ റൈസ് ടു 2/3 ഈക്വൽ ടു എ റൈസ് ടു 2/3. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യാം, പക്ഷെ വേണ്ട, നമുക്കെല്ലാം ഡയറക്റ്റ് വേയിൽ പോയി നോക്കാം. ഡിഫറൻഷിയേറ്റ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് റൈസ് ടു 2/3 ഡെറിവേറ്റീവ് പറ. 2/3 എടുത്ത് ഫ്രണ്ടിലിട്ട് പവർ ഒന്ന് കുറച്ച് എഴുത്. സ്റ്റെപ്പ് എഴുതാം, അല്ല നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പവറിന് എടുത്ത് ഫ്രണ്ടിലിട്ട് പവർ ഒന്ന് കുറച്ച് എഴുതി. വൈ റൈസ് ടു 2/3 എടുത്ത് ഫ്രണ്ടിലിട്ട് പവർ ഒന്ന് കുറച്ച് എഴുത്. തീർന്നോ? ഇൻറ്റു വൈ ഡെറിവേറ്റീവ് ആരാ? dy/dx. a raised to 2/3 be a constant derivative 0. ക്ലിയർ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് മനസ്സിലായല്ലോ. പവർ എടുത്ത് ഫ്രണ്ടിൽ എടുത്ത് പവറിന് കുറച്ച് എഴുതി. ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ്? 2/3 എക്സ് റൈസ് ടു -1/3 പ്ലസ് 2/3 വൈ റൈസ് ടു again -1/3 dy/dx ഈക്വൽ ടു 0. ഓക്കെ, ഇത് ക്രോസ് ചെയ്താൽ മതി. അപ്പം എന്താ 2 - 3 -1/3 കേട്ടോ. ഓക്കെ, ഇവിടെ നിന്നും 11 അങ്ങോട്ടുണ്ടോ? അപ്പം എന്ത് വരും? 2/3 വൈ റൈസ് ടു -1/3 dy/dx ഈക്വൽ ടു 2/3 മൈനസ് അല്ലേ, ഇത് അപ്പുറത്ത് പോകുമ്പോൾ എക്സ് റൈസ് ടു -1/3. ഓക്കെ, 2/3 ക്യാൻസൽ ആയിപ്പോൾ ഇതിന് ഇങ്ങോട്ടുണ്ടോ? എന്ത് വരും? ഇറ്റ്സ് dy/dx ഈക്വൽ ടു എക്സ് റൈസ് ടു -1/3 ബൈ ആരാ? വൈ റൈസ് ടു -1/3. അല്ല, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, ആ നെഗറ്റീവ് എക്സ് റൈസ് ടു -1/3 ബൈ തേർഡ് ടേം വൈ റൈസ് ടു -1/3. ഓക്കെ, ആ നെഗറ്റീവ് അവിടെ കിടക്കട്ടെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി വേണമെങ്കിൽ x/y ദ ഹോൾ റൈസ് ടു -1/3 എന്ന് എഴുതാം, അല്ലെങ്കിൽ വേറെ രീതി ചെയ്യാം. ഈ വൈയുടെ പവർ മുകളിൽ എക്സിൻ്റെ പവർ താഴെ വന്ന നെഗറ്റീവ് മാറി കിട്ടും കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം x/y ദ ഹോൾ റൈസ് ടു -1/3. ഓർ തിരിച്ചെഴുതാം, ഓർ y/x ദ ഹോൾ റൈസ് ടു 1/3. ഇങ്ങനെ എഴുതാം. തിരിക്കുമ്പോൾ വീണ്ടും നെഗറ്റീവ് മാറും. അതെങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ സ്റ്റെപ്സ് നോക്കുവാണെങ്കിൽ പറഞ്ഞുതരാം. ഇത് ഇത്ര എഴുതിയാലും മതി. സംഗതി ഇങ്ങനെയാണ്. ഈ ഇതിൻ്റെ പവർ മുകളിൽ പോകും. അപ്പോൾ ആരാ? വൈ റൈസ് ടു 1/3. എക്സ് റൈസ് ടു 1/3 താഴെ വരുമ്പോൾ എക്സ് റൈസ് ടു 1/3 ആണോ? കാരണം ഡിനോമിനേറ്റർ നേരെ ന്യൂമറേറ്ററിൽ പോകുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും. ഇവിടെ ഈ ന്യൂമറേറ്റർ നേരെ ഡിനോമിനേറ്റർ വരുമ്പോൾ ആ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? പോസിറ്റീവ്. ഏത് സൈൻ ആണോ തിരിയും. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ പോകുമ്പോൾ പവറിൻ്റെ സൈൻ എന്ത് ചെയ്യും? തിരിയും. അപ്പോൾ പിന്നെ എന്ത് ചെയ്താൽ ജസ്റ്റ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഓഫ് y/x ദ ഹോൾ റൈസ് ടു 1/3. രണ്ടും കറക്റ്റാണ്. ഒന്നുകിൽ ഇതാണ് dy/dx അല്ലെങ്കിൽ ഇതാണ് dy/dx. ഏത് വേണം നമുക്ക് എഴുതാം. ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്. അനാവശ്യമായിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂഷനെ കൂടെ ചെയ്തിട്ടുണ്ട്, ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഈ രീതിയിൽ ചെയ്താൽ മതി. ക്ലിയർ? ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പം എന്ത് ചെയ്യുക? ഇതോടുകൂടി ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഈസി സെക്ഷൻ ആണ് കേട്ടോ. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ ഈസി. ആദ്യം നിങ്ങൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നതിന് തന്നെ വീണ്ടും എന്ത് ചെയ്യുക? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് ക്വസ്റ്റ്യൻസിൽ ചില പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടെ നമ്മൾ ട്രിഗണോമെട്രി യൂസ് ചെയ്യേണ്ടി വരും. അത് ഇത്തിരി എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാമിന് അതാണ് സാധാരണ ചോദിക്കുന്നത്. അത് കഴിഞ്ഞു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മീൻ വാല്യൂ തിയറം ആൻഡ് റോളംസ് തിയറം. ഓക്കെ, റോളംസ് തിയറം അത് ഇത്തിരി തിയററ്റിക്കലാണ്. തിയററ്റിക്കൽ പാർട്ടുണ്ട്. അത് കഴിഞ്ഞ് ജസ്റ്റ് അത് പ്രൂഫാണ്. ഓക്കെ, രണ്ട് തിയറംസ് വെരിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് ഒരു ആപ്ലിക്കേഷനായിട്ട് വരും കേട്ടോ. ഓക്കെ, അതും കൂടെ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ അങ്ങ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ശരി എന്നാൽ.